CPI കൗൺസിലിൽ സർക്കാരിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ സ്ഥിരീകരിക്കുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പാർട്ടിയെക്കുറിച്ചും സർക്കാരിനെക്കുറിച്ചും മുന്നണിയെക്കുറിച്ചുമെല്ലാം യോഗത്തിൽ ചർച്ച നടന്നതായി ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നു. രണ്ട് കമ്പനികൾ അവർ തമ്മിലുള്ള സാമ്പത്തിക ട്രാൻസാക്ഷൻസ് അത് അതിന്റെ വഴിക്ക് പോകട്ടെ. വീണ വിജയന്റെ കേസും അതുപോലെ മുഖ്യമന്ത്രിയുടെ വിഷയവും രണ്ടും തന്നെയാണ്. വീണ വിജയന്റെ കേസ് ഒരു കമ്പനിയുടെ നടത്തിപ്പിന്റെ വിഷയമാണ്. ആ തെറ്റ് ശരിയുമെല്ലാം കമ്പനി നിയമപ്രകാരം തീരുമാനിക്കപ്പെടട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിയുടെ നിലപാടിന്റെ കൂടെ നിൽക്കും. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ഞാൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കും. LDF മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുകയും ചെയ്യും. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകനോ അല്ലെങ്കിൽ വേറൊരാളോ മകളോ വേറൊരു ബന്ധുവോ ആരെങ്കിലുമൊക്കെ അവരെല്ലാം പൗരന്മാരാണ്, പ്രായപൂർത്തിയായവർ. അവർക്കൊരു കമ്പനി ഉണ്ടാക്കാം, കമ്പനിയുടെ ഭാഗമായിട്ട് ഉടമ്പടി ഉണ്ടാക്കാം, അതൊക്കെ ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട കേസുകൾ ആ വഴിക്ക് നീങ്ങും. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാഷ്ട്രീയമായി താല്പര്യമില്ല. വിലയിരുത്തലുമായി നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദ്. അതോടൊപ്പം റഹീസ് റഷീദിലേക്ക് നമുക്ക് പോകാം. ആദ്യം റഹീസ് റഷീദ്, ഗുഡ് ഈവനിങ്. മുഖ്യമന്ത്രിയെ മാത്രം അല്ലെങ്കിൽ പിണറായി വിജയനെ മാത്രം പേരെടുത്തുകൊണ്ടുള്ള ഒരു ബ്രാൻഡിങ്ങിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ പോകുന്നതിൽ, LDF പോകുന്നതിൽ CPIക്ക് ഒരു അതൃപ്തിയുണ്ട് എന്നതല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇക്കാര്യം തുടർന്ന് വരുന്ന യോഗങ്ങളിലൊക്കെ ചർച്ചയാകാനുള്ള സാധ്യത എത്രത്തോളമാണ് റഹീസ്? സുജയ, ഒരിടവേളയ്ക്ക് ശേഷമാണ് CPIയുടെ യോഗങ്ങളിൽ സ്വയം വിമർശനവും LDFിലെ നയിക്കുന്ന CPMനെതിരായ വിമർശനങ്ങളുമൊക്കെ ഈ കടുത്ത രീതിയിൽ ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ പാക്കേജിൽ പറഞ്ഞതുപോലെ രാജഭരണം പോലെയാണ് ഇവിടുത്തെ ഭരണം നടക്കുന്നത് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജാവിനെ പോലെയാണ് എന്നാണ് പറയാതെ CPI കൌൺസിലിൽ പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചത്. കൂട്ടുഭരണമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം എന്ന കാര്യം CPM മറക്കുകയാണ് എന്ന് പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. അങ്ങനെ CPM മറക്കുമ്പോൾ അത് മറക്കാതിരിക്കാൻ അത് ഓർമ്മപ്പെടുത്തേണ്ട ചുമതല CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തിന് ഉണ്ട് എന്നും ആ ചുമതല അദ്ദേഹം നിർവഹിക്കുന്നില്ല എന്ന ഒരു വിമർശനം പാർട്ടിക്കകത്ത് പാർട്ടി നേതാവിനെതിരെ കൂടി ഉയരുന്നുണ്ട്. മുമ്പ് ഇടതുമുന്നണിയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് CPMനും CPIക്കും ഇടയിൽ സെക്രട്ടറിമാർ തമ്മിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുന്ന സമയത്തൊക്കെ ഒരു ആശയവിനിമയം നടക്കാറുണ്ട്. ഇപ്പോൾ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി വന്ന കിഫ്ബി ടോൾ അടക്കമുള്ള പ്രശ്നങ്ങളിൽ, മദ്യനയത്തിൽ, ഏറ്റവും അവസാനം PM ശ്രീയുടെ കാര്യത്തിൽ 1ാം ക്ലാസ്സിൽ 6 വയസ്സ് പ്രായമുള്ള കുട്ടികളെ ചേർക്കണമെന്ന കേന്ദ്ര നിയമം അംഗീകരിക്കുന്ന കാര്യത്തിലൊന്നും CPIയുമായി ഒരു തരത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ല. CPM തീരുമാനമെടുക്കുന്നു, അത് ഇടതുമുന്നണിയിലേക്ക് വരുന്നു, അംഗീകരിക്കാൻ പറയുന്നു. അവിടെ ഒരു ദുർബലമായ എതിർപ്പ് മാത്രമാണ് ഇടതുമുന്നണി യോഗത്തിൽ പങ്കെടുക്കുന്ന CPI പ്രതിനിധികൾ ഉയർത്തുന്നത് എന്ന വാദമാണ് പ്രതിനിധികൾ ഉന്നയിച്ചത്. അത് അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പാർട്ടി സെക്രട്ടറി നൽകിയത്. നമ്മൾ ഇക്കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പാർട്ടിക്കകത്ത് എല്ലാ തരത്തിലുള്ള ചർച്ചകളും ഉണ്ടാകും, മുന്നണിയെക്കുറിച്ചുള്ള വിമർശനമുണ്ടാകും, പാർട്ടിയെക്കുറിച്ചുള്ള വിമർശനമുണ്ടാകും, LDF സംബന്ധിച്ച കാര്യങ്ങളുണ്ടാകും. ഇതിൽ ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകൻ ചോദിക്കുന്നത് റഹീസ് ഇപ്പോൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ചാച്ചു ചോദിക്കുന്നു, ഉമ്മൻചാണ്ടി മന്ത്രിസഭ എന്ന് തന്നെയല്ലേ UDF കാലത്തെ മന്ത്രിസഭയെ പറയാറ്? ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പേര് ചേർത്ത് അങ്ങനെയുള്ള മന്ത്രിസഭ എന്ന് പറയുന്നത് ഒരു ശീലം തന്നെയാണ്. K കരുണാകരൻ മന്ത്രിസഭയുണ്ടായിരുന്നു, VS മന്ത്രിസഭയുണ്ടായിരുന്നു, VS സർക്കാർ എന്ന് നമ്മൾ പറയുമായിരുന്നു, ഉമ്മൻചാണ്ടി സർക്കാർ എന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭ എന്ന് പറയുമായിരുന്നു. അതുപോലെ തന്നെ പിണറായി വിജയൻ 2ാം വട്ടവും മുഖ്യമന്ത്രിയായി വന്നു, 2 വട്ടവും പിണറായി സർക്കാർ എന്ന് തന്നെയാണ് പറഞ്ഞു വന്നത്. അതിപ്പോൾ CPIയുടെ ഈ അതൃപ്തി അത് CPIMന്റെ സെക്രട്ടേറിയറ്റ് നാളെ ചേരുമ്പോൾ ചർച്ചയാകുമോ എന്നതാണ് ചോദ്യം. റിപ്പോർട്ട്